ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഇന്നു മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. നമ്മുടെ എതിരാളികളെല്ലാം ഒരുമിക്കുന്നതിന് മുമ്പ് അക്കമ്മയെ നമുക്ക് തീർക്കണം. ഗിരിയേട്ടാ, ചായ. എനിക്ക് വേണ്ട. ഗിരിയേട്ടൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നീ എന്താ ചെയ്തെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്റെ ജീവിതത്തിൽ മഞ്ജുവിനുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും ആ സ്ഥാനം തട്ടിയെടുക്കാനാ നീ ശ്രമിച്ചത്. അതെനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ഞാൻ മഞ്ജുവിന്റെ സ്ഥാനം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ നടന്നതല്ല ഞാൻ മഞ്ജുവിനോട് പറഞ്ഞേനെ. ഞാൻ ഗിരിയേട്ടനിൽ നിന്ന് ആഗ്രഹിച്ചത് കുറച്ച് സ്നേഹം മാത്രമാ. ഗിരിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതിൽ എന്നെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? ഗിരിയേട്ടൻ അങ്ങനെയല്ലേ എന്നോട് പെരുമാറിയത്? എന്നോട് ഗിരിയേട്ടൻ ഇത്ര അടുത്തത് എന്നെ ചതിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കണോ? നീ എന്ത് വിശ്വസിച്ചാലും എനിക്ക് വിഷയമല്ല. അന്ന് സംഭവിച്ചത് ഒരു തെറ്റ് മാത്രമാണ്. പക്ഷെ ഞാനത് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നീ ആ തെറ്റ് ആവർത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മഞ്ജുവിനെ എല്ലാ സത്യങ്ങളും അറിയിക്കുന്ന ഒരു ഭീഷണി നിന്റെ സംസാരത്തിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് സ്നേഹമുള്ളവരുടെ ലക്ഷണമല്ല. എനിക്ക് നിന്നോട് തർക്കിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഏറ്റവും വലുത് എന്റെ കുടുംബമാണ്. അതിനെ ബാധിക്കുന്ന തരത്തിൽ നീ പെരുമാറിയാൽ നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്തായിരിക്കും. എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞ ഞാനത് വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ? എന്താടെ കാര്യം? എന്താ മോളെ വരാൻ വൈകിയത്? വരുന്ന വഴിക്കേ ഇവളുടെ ട്രാവൽ ഏജൻസിയിൽ ഒന്ന് കയറി. വീണ്ടും ഇവളെ വിശ്വസിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്താ ഇത്? നിനക്ക് പോകാനുള്ള എല്ലാ പേപ്പേഴ്സും ടിക്കറ്റും ഇതിലുണ്ട്. ഇതിന്റെ ഒരു കോപ്പി ഓൺലൈനായി എന്റെ അടുത്തുണ്ട്. ഇനി ഇത് കളഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് വെറുതെ പോക്ക് ക്യാൻസൽ ആക്കാൻ ശ്രമിക്കണ്ട. ഇത്തവണ എന്തായാലും നീ കാനഡയിലേക്ക് പോയേ പറ്റൂ. ദാ പിടിക്കേ. എന്നെ പറഞ്ഞേക്കാൻ നിനക്ക് ധൃതിയായില്ലേ? ഞാൻ നിനക്കൊരു ഭീഷണിയാണെന്ന് നിനക്ക് തന്നെ തോന്നി തുടങ്ങി. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷേ ഈ ടിക്കറ്റിൽ പറഞ്ഞ ദിവസം ഈ നാട്ടിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീ എന്നേക്കുമായിട്ട് ഒഴിവാകണം. നീയായിട്ട് പോകുന്നതാ നല്ലത്. ഞാൻ കയറ്റി അയക്കേണ്ടി വന്നാ നീ ഏത് കണ്ടീഷനിലാവും പോവാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോ നിന്റെ കളിയെല്ലാം കഴിഞ്ഞു. യാത്ര പറയാനുള്ള സമയമായി. അമ്മ അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട. എനിക്കറിയാവുന്ന സത്യങ്ങളൊക്കെ മഞ്ജുവിനോട് പറഞ്ഞ നിങ്ങളുടെ എല്ലാവരുടെയും കണക്കൂട്ടലുകൾ തെറ്റും. നീ അങ്ങനെ ചെയ്താൽ തന്നെ മഞ്ജു ഗിരിയോട് ദേഷ്യപ്പെട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമായിരിക്കും. പക്ഷേ അപ്പോഴും ഗിരിയോട് ക്ഷമിച്ച് അവള് തിരിച്ചു വരാൻ ഒരു സാധ്യതയെങ്കിലും ഉണ്ട്. പക്ഷേ സത്യം വെളിപ്പെടുത്തിയ നീ ജീവനോടെ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള ഒരു സാധ്യതയില്ല. നിന്നെ കൊന്നിട്ട് അന്തസ്സായി ഞാൻ ജയിലിൽ പോകും.